വാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് തന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെത്തിയൊരു സുഖം കാണുന്നുണ്ട്. മറ്റതിൻ്റെ അർത്ഥം നരകത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്, ജീവനോടെ. ഉമർമാഷി സൂചിപ്പിച്ചതുപോലെ മഹാഭൂരിപക്ഷത്തിന് PK ഫിറോസിനെ നമ്മൾ വിജയിപ്പിക്കണം. കൊടുവള്ളി മണ്ഡലത്തിൽ ഇനിയൊരു സ്വതന്ത്രരും വന്ന് പിലവേശുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്, ഞാനടക്കം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് 2 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടും വിജയിക്കേണ്ടത്. ഒന്ന് കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന PK ഫിറോസും കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന MA റസാഖ് മാഷും. ഇവർ 2 പേരെയും വിജയിപ്പിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ മീഡിയകൾ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന്. 4 മണിക്ക് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ആദ്യമായിട്ട് അടിവരട്ട് എഴുതി വെക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലെത്തി എന്നുള്ളത് ആദ്യത്തെ കണ്ണെങ്കിൽ വന്നോട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷമായി നമ്മുടെ സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷത നഷ്ടപ്പെട്ടു പോയ ഒരു സംവിധാനത്തിലാണ് ഇടതുപക്ഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കളവും അഴിമതിയും വഞ്ചനയും ചതിയും കൈമുതലാക്കിയാണ് അവർ ഈ സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെയും ചതിച്ചിട്ടുണ്ട്. 2016 എന്നെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയിട്ടാണ് താലി കെട്ടിക്കുന്നത്. ഞാൻ എളമരം കെവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക കണ്ടു. ഞാൻ നെഞ്ഞത്തടിച്ച് പറഞ്ഞു, എൻ്റെ പതാക ഞാൻ എന്നെ വിട്ടുപോവുകയാണോ എന്ന്. ഇന്ന് ഞാൻ ഉറക്കെ പറയുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തി സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ, എൻ്റെ കൊച്ചനുജൻ എന്ന് തന്നെ പറയാം, PK ഫിറോസാണ് ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറക്കമില്ലാത്ത രാവും പകലുമാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. അരയും തലയും മുറുക്കി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം. ഞാനും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുകയാണ്.